ഈ നാട്ടില് ഇങ്ങനെ കൊടകുന്നൊരു കല്യാണം ഇതാദ്യമായിട്ടാ. നിങ്ങളെ നാട്ടിലെ രീതിയൊക്കെ ഒന്ന് പറ. പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു എഗ്രിമെന്റ് വേണം. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതിന്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതെല്ലാം നമ്മൾ ബ്രിഗേഡ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നാട്ടില് ഒരു തനതായ സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഗ്രിമെന്റ് ഉണ്ടാക്കാനും മുമ്പോട്ട് പോകാനും. എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ചേച്ചി അതിവിടെ ബ്രോക്കർ പറഞ്ഞ് റെഡിയാക്കി വെച്ചാ അതൊന്ന് വായിക്കാം. മലയാളത്തിലും കന്നഡയിലുണ്ട്. മലയാളത്തിൽ വായിക്കും. മേമുണ്ട് അംശം ചാത്തോതി ദേശം വാണംപറമ്പിൽ നാണുമകൻ ബ്രിഗേഷും കുടക് ബോണിക്കുപ്പ SR ഹാജി നഗർ സോമപ്പ കാവേരി തമ്മിൽ നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാനല്ല. തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് 1 ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പു നൽകുന്നെന്നും ബാക്കി പകുതി കല്യാണ തലേന്നും ബ്രോക്കർമാരെ ഏൽപ്പിക്കേണ്ടതാണ്. വധുവിന് ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിനെ. 1 ലക്ഷം രൂപയും പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ്. കക്കൂസ് എടുക്കാനുള്ള ചാർജും വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടേക്ക് വിളിക്കാം. 1.5 ലക്ഷമാണ് നമ്മുടെ കൂലി, അറിയാലോ. അത് മറക്കണ്ട. കല്യാണം ഉറപ്പ് നൽകി 1 മാസത്തിനുള്ളിൽ പൂമൂടൽ ചടങ്ങ് നടത്തപ്പെടുകയും അവിടെ നിന്നൊരു മാസത്തിനുള്ളിൽ ഭഗവാന്റെ പേര് ഞാൻ കാത്തിക്കണ്ടാണ്. 5000 റുപ്യ അധികം കിട്ടിയ ഊറോളം വേറെ ആർക്കെങ്കിലും മാർക്ക് എനക്കത് തോന്നുന്നു. എന്താ മത്തി കച്ചവടം. പൂമൂടലിനുള്ള 8 തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ്. സൈൻ ചെയ്യേണ്ട ആളെ പേര് ഞാൻ ഇവിടുന്ന് വിളിച്ചു പറയാം. ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഒപ്പിട്ട്. സോമപ്പ എച്ചക്കിരട്ടി, രാജു എച്ചക്കിരട്ടി, ബ്രോക്കർ തിമ്മപ്പ. ഒന്നിങ്ങ് മുന്നോട്ട് അതിന് ഒപ്പിട്ടാന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ടോട്ടെ. എന്തായി? പാല് വാങ്ങിക്കില്ല വനജേ. മറിയുമ്പോ എന്താ കുന്തപ്പല്ല് നോക്കി നിക്കുന്നേ? പോയി ആട്ടിനെ കറന്നോളി. ആട്ടിന്റെ കറവ് വരിട്ട് 6 മാസമായി വനജേ. എന്നാ ഇനി പോയി വാങ്ങിക്കൊണ്ടിരി. ഞാൻ പോകൂലേ, എനിക്കിത് കാണണ്ടേ. ഇതെന്ത് കാണാനാ? എന്താ പാർട്ടി സമ്മേളനം? ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട. കട്ടൻ ചായ കൊടുത്തോളി. അതാ നമ്മളെ സംസ്കാരം. ചേച്ചി ഞാള് ചെറുത് 2 അടിക്കുന്നുണ്ടേ. കുടിച്ചു കളിക്കാൻ നേരം കാലം ഇല്ലല്ലോ. 2 അടിച്ചു കഴിഞ്ഞാൽ നേരവും കാലം നമ്മൾ പറയുന്നല്ലേ. മത്തി കറി വെച്ച് കൂട്ടിക്കോ. പോത്ത് കകത്ത് കെട്ടല്ലേ. നല്ല ഉപമ. എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാ. ഫോണില് ചേച്ചിനോട് പറയാം. ചേച്ചി ബ്രിഗേഷിന്റെ പെണ്ണാന്ന് വീഡിയോ കോള്. അതാ ഒരെണ്ണം വേണം. ഹായ്. മേഹും വനജാഹും. ಹಿಂದಿ ಅಲ್ಲ ಕನ್ನಡಲ್ಲೇ. ಇವರು ನಮ್ಮ ಪಾರ್ಟಿ ಸೆಕ್ರೆಟರಿ. LDF. നാം എത്ര കഷ്ടപ്പാടൊക്കെ എടുത്തു. ഓളെ കഷ്ടപ്പാട് തീരുമല്ലോ. നമ്മളെ പൈസ കൊടുത്തിനല്ലോ. ലാൽ സലാം. ലാൽ സലാം. ഏടത്തി മതിയാക്കടാ. ദേ ഇങ്ങടെ മരുമോളാ. എടെ കാണട്ടെ. കാണുന്നില്ല വനജ, ഒരു കറുപ്പ്. പിടിച്ചോ. നോക്കട്ടെ. മോനെ ആരെ നീ കണ്ടുപിടിച്ചേ വനജേ? ഇപ്പണ്ട് വേണ്ട. ഇവളും എല്ലാം ഒരു അടിയൊക്കെ പണിയാ. ഇങ്ങനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന നാട്ടുകാരുടെ പോന്ന് നോക്കട്ടെ. ഞാൻ കേട്ടൂല. ഈ കൊറേ ഞാൻ കേട്ടൂല. എന്റെ ജീവൻ പോയാലും കാണാൻ കിട്ടൂല. എന്ത് നട കാണുന്നത്? അമ്മ ഇത് നൈറ്റ് ഡ്രസ് അല്ലേ? എന്തോലൊക്കെ ആയാലും ഈ പെണ്ണിനെ എനിക്ക് വേണ്ട. ഞാനല്ലേ ആയിക്കണ്ടേ. സ്വന്തം ഒന്നും മുടക്കാൻ ഞാൻ എന്താക്കും? എനിക്ക് ആരും വേണ്ട. പോടാ. ഒരു ചട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ചട്ടിയിട്ട പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. ചട്ടിയില്ലാത്ത പെണ്ണെ കൊണ്ടുവാ. പോ. അങ്ങനെ അതും പേടി ആയിഷ. എൻ്റെ അമ്മയ്ക്ക് ഷഡ്ഡിയിട്ട പെണ്ണുങ്ങളെ പറ്റൂല. എൻ്റെ ഉമ്മ, എൻ്റെ മറിയമ്മ എടുത്തു തന്ന പൈസ മൊത്തം പോയി.
പൈസ പോട്ടടി. ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് തന്നൂടെ ആയിഷ? ഞാൻ അത്രയ്ക്ക് മോശ. മോനെ ബ്രിഗേഷേ, എനിക്ക് കിഴങ്ങ് പുഴുങ്ങിയ വേണം മോനെ. വേണ്ട മറിയമ്മ, എല്ലാം പോയി മറിയമ്മ. നിങ്ങളല്ലേ എനിക്ക് തുപ്പി കളിക്കാൻ കോളാമ്പ് കിട്ടിയെന്ന് പറഞ്ഞേ. എന്തിനാടാ നീ പൈകാര്യം പോലെ കരയുന്നേ? അത്ര മുട്ടുണ്ടെങ്കിൽ വായത്തട വെട്ടിക്കോടാ. കഴുത കരഞ്ഞത് കേൾക്കും, നീ കള്ളു കുടിച്ചു പോയി ചാവട. അളിയാ കള്ള പാളത്തിൽ ഒളിച്ചിക്കാണ്ട് വാടാ. വെള്ളിപ്പുറത്തില്ല അളിയ. ഈനാണ് ഞാൻ സ്നേഹിച്ചല്ലേ. തൊട്ടാ കൈ വിട്ടു, ആകെ ഒരു പെട്ടു. അച്ചുട്ടി ഇരാക്ക് വന്നിട്ടാ? ആ, രണ്ടാളും ഉണ്ടല്ല. എന്താ ബിരിയാണി ചിക്കനുണ്ടോ? ദുബായ് പോക്കര വീട്ടിലെ മംഗലത്തിന് പൊലച്ചക്ക് വെച്ച ചോറ. ഇഞ്ഞായിട്ടത് വേസ്റ്റ് ആക്കണം. ഒന്ന് പോയിക്കോട് പാപ്പാ. നിങ്ങളാരാ മമ്പറും തങ്ങളോ? ദാനധർമ്മി വന്നിക്ക്. ആ, എനിക്ക് നല്ല കഞ്ഞിയും ചമ്മന്തിയും തന്നെയാ. അയച്ചുട്ടി അതിന്റെ നോര് പൊട്ടി. ഈ ഏടുന്നടാ മന്ദ ഹൗസിനടിച്ച റമ്മ കെട്ടിക്കോളും. എന്ത് വാങ്ങാത്തില്ല കേട്ടോ, ബോധം പോയാൽ മതി. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരുള്ളല്ലേ. എന്റെ അവസാനം തേടി എനിക്ക് പറഞ്ഞുതരാം ബ്രിഗേഷേ. എന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാ പ്രേമിച്ച് സെറ്റാക്കാൻ പറ്റിയ? എനിക്ക് പ്രേമം എനക്കാവുകയല്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ പ്രേമം തോന്നിട്ടുള്ളൂ, ഒരേ ഒരു പെൺകുട്ടിയുടെ. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അവളോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നി. അന്ന് അവള് 10ാം ക്ലാസ്സിലാണ്. അന്ന് എനിക്ക് ഇഷ്ടം കൂടിയപ്പം ഓളെ കൈ ഞാൻ കടിച്ച് മുറിച്ചിട്ടുണ്ട്. മുത്തപ്പൻ കാവി പയൻകുറ്റി കഴിഞ്ഞ് വരുമ്പം വരമ്പത്ത് കയറി നിന്ന് ഓളെ മേലെ ഞാൻ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാ മോനെ. ഞങ്ങളോട് പറയാതെ എൻ്റെ കുഞ്ഞു ഹൃദയത്തിൽ എന്തെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയണ. ഓളോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എന്നിട്ടെന്താ കെട്ടാണ്ടെന്ന്? കെട്ടിച്ച് തരൂലളിയാ. ഓളെ കെട്ടിയതുവരെ കഴിഞ്ഞില്ല. ഓള് സർക്കാർ ഉദ്യോഗസ്ഥനെ വെയിറ്റ് ചെയ്തിരിക്ക. പാവം ഓളിപ്പോ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കല്യാണം കഴിക്കാൻ വരണം. ഓളുടെ ഏട്ടൻ ഹിറ്റ്ലറാ, ഹിറ്റ്ലർ മാധവൻകുട്ടി. 5 പെൺകുട്ടികളാ. മൂത്ത പെണ്ണാ ഓള്. വാടക വീട്ടിലാ താമസം. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ഞാൻ റെഡി. വാ, ഇപ്പൊ തന്നെ നല്ല സമയം. ഈ പാതയത്തിൽ കാണാം പെണ്ണന്വേഷിച്ച് പോകുന്നത്. അളിയാ, ഓളെ പേരെന്നാ അളിയാ? സുലു, 10th T.
ആയിരിക്കുന്ന ആ ഹിറ്റ്ലർ. അതാ അതിന്റെ പെണ്ണ് കാണുന്നില്ലല്ലോ. പെണ്ണിപ്പോ വരും. കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും ഞാനാ കൊടുത്തേ. ഞാനാകെ 2 കൂടെ കൊടുത്തു. അതെ കൊടുത്ത കണക്കൊന്നും നോക്കണ്ട ഏച്ചി ഇപ്പൊ അങ്ങ് കൊടുക്ക്. സാരി ചുറ്റി നടക്കുമ്പോ ഓർമ്മ വേണേനു തമിഴ് പൈസ പിടിക്കാൻ വരുന്നു. വേണേ പൈസ കൊടുത്തോ. പൈസ കിട്ടാണ്ട് ആള് പോവൂലേ? കൊടുക്കേ. പോകുന്നില്ല പോണ്ട. ഇവിടെ അടി ഉണ്ടാക്കാൻ നേരല്ലേ? ബസ് അങ്ങ് പോവേ. പ്രായമുള്ള പെൺകുട്ടികളുടെ പൊരയത് പടയാന്നല്ലോ മോനെ, വെറും പടച്ചികളാണല്ലോ. അത് കുറച്ച് സ്ട്രോങ്. സാർ കാസ് ശരി, ഈ ആഴ്ചയും കൂടെ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കൂല. എന്റെ കാശ് തരും. എന്നാ എന്റെ പൈസ. ഇതാ സുലു. ഇത് ரொம்ப കമ്മിയമ്മ, കട്ടുപൊടി ആവാത്. കട്ടിപ്പൊടി ആവും. ഇതിന്റെ സാരി മുഴുവനും കരിമ്പനടിച്ചതാ. മുന്താണി മുഴുവൻ പൂപ്പണം പിടിച്ചിട്ട്. അപ്പൊ അത് മതി. പോ ഏട്ടാ, ഞാൻ പോയിട്ട് വരാം. അല്ല ഞാന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാ. എന്താപ്പ പുതിയൊരു സ്നേഹം? 46 കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ നിങ്ങക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുന്നത്. എന്റെ ഏട്ടാ വാ ഉള്ളരെ. അല്ല ഞാനും വരും. നീ നടക്കുന്നല്ലേ? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതാണ് അളിയ പെണ്ണ്. ഇതാണ് മോനെ ബ്രിഗേഷ്, 4ാം ക്ലാസ് തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്റെ ഷുലു. ഉഷാറല്ലേ? ഉഷാറാ, ഉഷാറോട് ഉഷാറാ. അടീനയില്ലേ, ഞാൻ വടകര മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള ഫാൻസി ഷോപ്പ് കാണലുണ്ട്. അതന്നെ. ആ പക്ഷെങ്കിൽ ഇത് സെറ്റാക്കണം. സെറ്റാക്കിയേ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം അണിഞ്ഞ് നിർത്തിക്കൊള്ളണം. പക്ഷെങ്കിൽ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് മാറ്റണടാ. ഇങ്ങോട്ട് ലേശം കളറാക്കാം. ലേശം കളറാവല്ല സുലു. എന്താ പ്രികേഷ്, എന്താ ഇന്റെ ഉദ്ദേശം? നീ പ്രേം നസീറിനെ പോലെ പാട്ട് പാടുന്നു, ദുൽഖർ സൽമാനെ പോലെ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ബോഡി ഷോ നടത്തുന്നു. ഇതൊക്കെ കുറെ പഴയ നമ്പറാന്ന് നിനക്ക് തിരിഞ്ഞിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ? അത് പിന്നെ നിനക്കറിയാലോ, നീയും പോരാറിഞ്ഞിരിക്കുന്നു, ഞാനും പോരാറിഞ്ഞിരിക്കുന്നു. എൻ്റെ പോരയിൽ നിനക്ക് അവിടെ 4 അനിയത്തിമാരല്ലേ, ഓരും പോരാറിഞ്ഞിക്കല്ലേ. നീ ഓല 4 ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല സുലു, എനിക്ക് 4ാം ക്ലാസ് മുതൽ എന്നോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എൻ്റെ കൈ കടിച്ച് പറിച്ച് ഓർക്കുന്നുണ്ടാ. അതെപ്പോ? മുത്തപ്പൻകാവിൽ വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിന്റെ മേലേക്ക് മൂത്രമൊഴിച്ച് ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ് മൃഗേഷേ. മൂത്രം ഒഴിച്ച് വെച്ച കാര്യം ഒരു കൊട്ട പൂവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ. നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നേ? സുലു, ഞാൻ ഉള്ള കാര്യം പറയാം. എന്നെ കല്യാണം കഴിക്കണം. മൃഗേഷേ, ഞാനും എൻ്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാറുണ്ട് എന്തിനാണെന്നറിയോ എനിക്ക്? 10ാം ക്ലാസ് തോറ്റോനായാലും സാരില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാന്. ഇനിയിപ്പോൾ എനിക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോൻ വണ്ടി കിട്ടോ, എനിക്കുള്ള വെള്ളം ഞാൻ എവിടെന്നെങ്കിലും തിളപ്പിച്ചോളാം. വിടൂല ഞാൻ സുലു.